എല്ലാ പ്രിയ പ്രേക്ഷകർക്കും എസ്തെറ്റിക് ലൈഫിലേക്ക് സ്വാഗതം. ഇന്ന് സത്യം പറഞ്ഞ് ഞാൻ വളരെയധികം വിഷമിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് ചെയ്യുന്നത്. എൻ്റെ കോലം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. പിന്നെ ഇവിടെ വന്നു എന്നുള്ളൊരു ആശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ചേച്ചി, എൻ്റെ പ്രശ്നം ഞാൻ ഇന്ന് പറയാം. ഇപ്പൊ ചൂട് കാലമാണ്, എനിക്ക് തോന്നുന്നു ഈ പ്രശ്നം എല്ലാവർക്കും ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഇന്ന് അതെ ഞാൻ തന്നെയാണ്. ഞാനൊന്ന് ട്രാവൽ ചെയ്തു, ഈ ഒരു കടലിലൊക്കെ പോയി കുളിച്ചു. അപ്പൊ എങ്ങനെയായിരിക്കും ആ ഒരു ടാൻ എങ്ങനെയായിരിക്കും എങ്ങനെയൊന്ന് മനസ്സിലാവുമായിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ ഞാൻ വളരെയധികം ഡള്ളായിട്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കിന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്ത് എന്നെ ഒന്ന് വെളുപ്പിച്ചു തരാമോ? വെളുപ്പിക്കുന്നതിന്റെ കൂട്ടത്തില് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇന്നൊരു കൊറിയൻ ടാൻ ഫേഷ്യൽ ചെയ്യാം. ഭയങ്കര എഫക്റ്റീവ് ആണ് കേട്ടോ. കാരണം നമ്മൾ നോർമലി ഉള്ള ടാന് നമുക്കറിയാം, നമ്മൾ ഇപ്പോഴത്തെ വെയിലത്ത് കുറച്ചുകൂടെ നല്ലൊരു ഫേഷ്യലാണ് കൊറിയൻ. അതായത് ഞാൻ ക്യാൻപിക്കി എന്ന് പറഞ്ഞ ഒരു കമ്പനി, ഇത് പുതിയ കമ്പനിയല്ല, പഴയ കമ്പനി തന്നെയാണ്. പക്ഷെ എല്ലാവർക്കും അറിയത്തില്ലായിരിക്കും. കൊറിയൻ ഫേഷ്യൽ എന്ന് പറഞ്ഞിട്ട് ഓൾമോസ്റ്റ് നല്ല ഹൈ പാർലറുകളിൽ എല്ലാ പാർലറുകളിലും ചെയ്യുന്നത് ക്യാൻപിക്കി എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഓക്കെ, അപ്പോ കൊറിയൻ ടാൻ ഫേഷ്യൽ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാണ്, അതിന്റെ റിസൾട്ട് എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ നോക്കാം. അപ്പൊ ഈ ഒരു ഡൾ ഫേസ് ഞാൻ കുറച്ചുകൂടി നല്ലൊരു ലൈറ്റ് ഫേസ് ആക്കാൻ നോക്കുകയാണ്. നമുക്ക് പോയാലോ? ഞാൻ ഇരിക്കട്ടെ. ഇതാണ് നമ്മുടെ ക്യാൻപിക്കി എന്ന് പറഞ്ഞ കമ്പനിയുടെ ഹൈഡ്രാ ഷൈൻ. ഞാനിപ്പോൾ അനീഷയ്ക്ക് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഹൈഡ്രാ ഷൈൻ എന്ന് പറഞ്ഞ ഫേഷ്യലാണ്. ഇതിൻ്റെ അകത്ത് ഹൈഡ്ര എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, നമുക്ക് ടാൻ കൂടുതലുള്ള സമയത്ത് നമുക്ക് വെള്ളത്തിൻ്റെ അംശവും വേണം, മോയ്സ്ചറൈസേഷൻ വേണം, പിന്നെ ഡ്രൈനെസ് ഒന്നും ഉണ്ടാവാതെ ഇരിക്കുകയും വേണം. അപ്പോൾ എല്ലാം കൂടെ ചേർന്നിട്ടാണ് നമ്മളൊരു ടാൻ എന്ന് പറയുന്നത്, ടാൻ ക്ലിയർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത് കൊറിയൻ ഫേഷ്യലാണ്. കൊറിയൻ ഫേഷ്യലിൽ ഉൾപ്പെടുത്തുന്ന, നമുക്ക് വേണമെങ്കിൽ ഒരു ക്ലീനപ്പിന് പകരമൊക്കെ നമുക്കിത് അറ്റ് എ ടൈം പെട്ടെന്ന് റിസൾട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ക്ലീനപ്പിന് പകരമൊക്കെ ഇത് യൂസ് ചെയ്യാം. ഇത് ഫേഷ്യലാണ് ആക്ച്വലി, എന്നാലും ഒരു ക്ലീനപ്പ് വേണം എന്ന് തോന്നുമ്പോഴത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കമ്പനിയുടെ സാധനമാണ്. ഞാനിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇതൊരു 5 സ്റ്റെപ്പ് വരുന്ന ഒരു ഫേഷ്യലാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് നമുക്ക് എല്ലാം ഹൈഡ്രേഡയാണ്, അതായത് നല്ല ഒരു ഹൈഡ്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നോർമലി ക്ലെൻസിങ് മിൽക്ക് ആയിരിക്കും. ക്ലെൻസിങ് മിൽക്ക് എന്ന് പറഞ്ഞിട്ടാണല്ലോ നമുക്ക് കിട്ടുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ജെൽ ടൈപ്പാണ്. കുറച്ച് നല്ല സ്റ്റിക്കി ആയിട്ടും കൂടി ഇരിക്കും. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് വെള്ളത്തിൽ കൈ മുക്കിയിട്ട് ഇപ്പം നമ്മൾ ക്ലെൻസ് ചെയ്യുമ്പോൾ അറിയാം, നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആദ്യം ഉള്ള ആ ഒരു മുഖത്തുള്ള ആ ഒരു സംഭവം, അതായത് അഴുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ക്ലെൻസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഭയങ്കരമായിട്ടിട്ട് മസാജ് ചെയ്ത് അങ്ങനെ ഒന്നും ചെയ്യണമെന്നില്ല. ഈ ഒരു ക്ലെൻസിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇത് നല്ല കട്ടിയായിട്ടായിരിക്കുന്നത്. ഇത് കുറച്ച് നേരം എടുക്കും ആ ഒരു ഫോമിലായി വരാൻ വേണ്ടിയിട്ട്. ക്ലെൻസിങ്ങിന് നമ്മൾ ഇത്രയും സമയം എടുത്തിട്ട് തന്നെ ചെയ്യണം. നമ്മൾ ഈ മസാജിങ്ങിലല്ല, ഇതിങ്ങനെ ഈ ഒരു കട്ടിയുള്ള സാധനം ആയതുകൊണ്ട് ഇതിങ്ങനെ പതഞ്ഞ് വരും. അതാണ് ഇതിൻ്റെ ഒരു പരുവം. അപ്പോഴത്തേക്കും നമ്മൾ നിർത്തുക, എന്നിട്ട് വൈപ്പ് ചെയ്യുക. ഈ പ്രോഡക്റ്റ് നമുക്ക് എല്ലായിടത്തും വാങ്ങാൻ കിട്ടുമോ? ഇല്ല, നമ്മൾക്ക് ഇത് ശരിക്കും ഇത് കിട്ടുന്ന ഷോപ്പുകൾ വളരെ കുറവാണ്. ശരിക്കും ഇത് പഠിച്ചിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. കാരണം ഇത് ഈ കമ്പനിയിൽ തന്നെ ഒത്തിരി ഫേഷ്യൽസ് ഉണ്ട്. ആവശ്യമുള്ളത് മാത്രം, അതായത് ഇപ്പോൾ ടാനുള്ള ഒരാൾ പോയിട്ട്
ഒരു ഗ്ലാസി സ്കിൻ പോയി ചെയ്തിട്ട് കാര്യമില്ല. അപ്പം എന്തോന്നാണ് റിസൾട്ട് കുറയും. അപ്പം ഇതെല്ലാം അറിഞ്ഞ് വെച്ചിട്ട് വേണം നമ്മൾ പോയി വാങ്ങാൻ വേണ്ടിയിട്ട്. ഇവിടെ അത്യാവശ്യം ട്രിവാൻഡ്രത്തിനകത്ത് ഷോപ്പുണ്ട്, പിന്നെ ഇവരുടെ തന്നെ ഔട്ട്ലെറ്റും ഉണ്ട്. അടുത്ത് നമുക്കുള്ളത് സ്ക്രബാണ്. സ്ക്രബ് ഇത് വന്നിട്ട് ഒരു ക്രീമി സ്ക്രബാണ്. കൊറിയൻ ഫേഷ്യൽ എന്ന് പറയുമ്പോഴേ നമ്മൾ മനസ്സിലാക്കിക്കോണം എല്ലാം ഒരു ഒന്നാമത്തെ കാര്യം നല്ലൊരു അരോമയാണ് നമ്മളിത് പൊട്ടിക്കുമ്പം തന്നെ. പിന്നെ എന്താന്ന് പറഞ്ഞാൽ ഭയങ്കര സ്മൂത്താണ്. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പം തന്നെ നമുക്ക് ചെയ്യുന്നവർക്കും കുറച്ചുകൂടെ ഒരു ഇഷ്ടം തോന്നും. അമ്മാതിരി നല്ല സ്മൂത്താണ്. ഇതിൽ വലിയ തരികൾ കാണത്തില്ല. സ്ക്രബ് എന്ന് പറഞ്ഞാലും വലിയ തരികൾ കാണത്തില്ല. ഇവരുടെ ഏത് പ്രോഡക്റ്റും കൊറിയൻ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് ഒരാൾക്ക് ഒരു സാഷെ പോലെ കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ യൂസ് ചെയ്യരുത്. ശരിക്കും അതിൻ്റെ ഒരു ബെനിഫിറ്റ് പോവും. ഒരാൾക്കാണ് യൂസ് ചെയ്യാൻ കൊടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ പിശുക്ക് കാണിക്കാതെ മൊത്തം അങ്ങ് അതെ അതെ. എല്ലാം നാച്ചുറൽ പ്രോഡക്റ്റ് വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അടുത്ത നമുക്ക് ഒരു മസാജിങ് ക്രീമാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു സിറം, ഷൈനിങ് സിറം കൂടെ കിട്ടുന്നുണ്ട്. അപ്പം അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് മസാജ് ചെയ്യാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടില്ലേ, കൊറിയൻ സ്കിന്നിൻ്റെ കെയറൊക്കെ കാണിക്കുമ്പോഴത്തേക്കും എല്ലാവരും ഈ കൈ യൂസ് ചെയ്തിട്ട് ചെയ്യാറില്ല. നമ്മളിവിടെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ശരിക്കും ഇത് ആദ്യം നമ്മൾ ആ സ്റ്റെപ്പ് ചെയ്തില്ലേ, ക്ലെൻസിങ്, അത് മുതൽ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യാനുള്ളത്. എന്നിട്ട് നമുക്ക് പല ടൈപ്പിലുള്ള മസാജ് കൊടുക്കാം. ഒന്ന് നമുക്ക് റിലാക്സേഷൻ മസാജ് കൊടുക്കാം. ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ തന്നെ മസാജ് കൊടുക്കണം. നമ്മൾ ഏജ് അനുസരിച്ചിട്ട് നമുക്കൊരു 35+ ഒക്കെ ആവുമ്പോഴത്തേക്കും നമ്മൾ ഫേഷ്യൽസ് ശരിക്കും പറഞ്ഞാൽ മസാജും കൂടെ ഒരു ഘടകമാണ്. നമ്മുടെ പ്രോഡക്റ്റിനേക്കാളും കൂടുതൽ മസാജും ഒരു ഘടകമാണ്. അപ്പോൾ നമ്മൾ ആൾക്കാരുടെ രീതി അനുസരിച്ചിട്ട് ഏജൊക്കെ നോക്കിയിട്ട് അവർക്ക് സാഗിങ് ഉണ്ടോ അതൊക്കെ നോക്കിയിട്ട് വേണം മസാജസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. നല്ല കുറച്ച് ടൈറ്റായിട്ടിരിക്കുന്ന ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടാപ്പ് ചെയ്തിട്ടുള്ളത്, പിന്നെ ഇങ്ങനെ ടാപ്പ് ചെയ്തിട്ടുള്ള ഇങ്ങനത്തെ ടാപ്പിംഗ് ഉള്ള മസാജസൊക്കെ വേണം കൊടുക്കാൻ. ഇതിലങ്ങനെയൊന്നുമില്ല, സാഗിങ് ഇല്ല,
ഇപ്പോൾ സാഗിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ലിഫ്റ്റിംഗ് മസാജസ് കൊടുക്കണം. അപ്പം അങ്ങനെ നോക്കിയിട്ട് വേണം മസാജസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. വീട്ടിൽ ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ റോങ് മസാജസ് നമുക്ക് അറിയില്ലെങ്കിൽ അറിയില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്ലൈ ചെയ്ത് നമ്മുടെ ആപ്ലിക്കേഷൻ മാത്രം കൊടുക്കുക. അപ്ലൈ ചെയ്ത് നമ്മുടെ സ്കിന്നിലോട്ട് പെൻട്രേറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള മസാജസ് ഉണ്ടല്ലോ, നമ്മളിങ്ങനെ മുകളിലോട്ട് ചെയ്യണം, പെൻട്രേറ്റ് ആവാൻ വേണ്ടിയിട്ട്. ആ മസാജസ് മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അല്ലാതെ റോങ് മസാജസ് ഒരിക്കലും വീട്ടിൽ ചെയ്യരുത്. നമുക്ക് പ്രോഡക്റ്റ് മാത്രമായിരിക്കും അറിയാമെന്നുള്ളത്, അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് അതിൻ്റെ പുറകിൽ തന്നെ എഴുതിയിരിക്കുകയും ചെയ്യും. പക്ഷേ ആർക്കൊക്കെയാണ് ഇത് യൂസ്ഫുൾ ആയിരിക്കുന്നതെന്നുള്ളത് നമ്മൾ ശരിക്കും അറിയാമെന്നുള്ള ഒരാളിനോട് ചോദിച്ചിട്ട് ചെയ്യണം. ഇതിപ്പോൾ നമ്മൾ ഒരു ക്രീം ആണ് ഇട്ടത്, ക്രീമി ആയിട്ടുള്ളൊരു സാധനമാണ് ഇട്ടത്. ഇപ്പോൾ കണ്ടോ, നല്ല ഓയിലി ആയിട്ട്. ഇതാവുന്നത് വരെ നമ്മൾ മസാജ് ചെയ്യണം. അടുത്തത് നമുക്ക് പാക്കാണ്. ഇത് ശരിക്കും പറഞ്ഞൊരു മാസ്കാണ്. ഇത് ഇങ്ങനെ ഒരു പൗഡറായിട്ട് കിട്ടും. നമ്മളതിൽ റോസ് വാട്ടറോ വെള്ളമോ എങ്ങനെയാണെന്ന് വെച്ചാൽ മിക്സ് ചെയ്യുക. കുറച്ച് കട്ടി വേണം. ഇത് പെട്ടെന്നൊന്ന് കട്ടിയാവും. ഇത് നമ്മൾ ഇടുമ്പോഴത്തേക്കും കട്ടി ആയിക്കോളും. സ്കിന്നിൽ അബ്സോർബ് ആവും. അതെ. ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ കുറേ നേരം വെയിറ്റ് ചെയ്യണം. ഇത് കുറച്ച് പ്രോസസ്സിങ് ആണ് ഈ ഒരു സംഭവം. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. നല്ല കൂളായിട്ടിരിക്കും. നമ്മളിങ്ങനെ തൊടുമ്പോൾ കുറച്ചിങ്ങനെ ഒരു ജെല്ലി പരുവത്തിലാവും. അപ്പം നന്നായിട്ടൊന്ന് ഉണങ്ങട്ടെ. ഉണങ്ങിയിട്ട് നമ്മൾ വൈപ്പ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളിത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം സംസാരിക്കരുത്. കാരണം ഈ ഫേസിൽ കുറച്ച് റിങ്കിൾസ് ഒക്കെ വീഴാൻ സാധ്യതയില്ല. കാരണം നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു മാസ്ക് ആണിത്. അപ്പം നമ്മൾ സംസാരിക്കരുത്. അപ്പോൾ ഞാൻ നന്നായിട്ട് വാഷൊക്കെ ചെയ്ത് ക്ലീൻ ആയിട്ട് വന്ന് ഇരിപ്പുണ്ട്. എനിക്ക് തോന്നുന്നു, എനിക്ക് നല്ല വ്യത്യാസം തോന്നുന്നുണ്ട് കേട്ടോ ചേച്ചി. അതെ, നിങ്ങൾക്കും തോന്നുന്നുണ്ടാവും. ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ്? ഇപ്പൊ ക്ലീനിങ് കഴിഞ്ഞു. ഇവരുടെ തന്നെ മോയ്സ്ചറൈസറും ഇവരുടെ തന്നെ സൺസ്ക്രീനും ഉണ്ട്. ഇത് സാഷയാണ്, സാമ്പിൾ സാഷയാണ്. ഓക്കെ, ഇതാണ് മോയ്സ്ചറൈസർ അല്ലേ? അതെ. ഓക്കെ, അപ്പം മോയ്സ്ചറൈസറും എനിക്ക് തോന്നുന്നു ഫേഷ്യൽ ഫുൾ കഴിഞ്ഞു. അതിന് ശേഷമുള്ള ആഫ്റ്റർ കെയറിന് വേണ്ടിയിട്ട് നമ്മളൊരു മോയ്സ്ചറൈസറും പിന്നെ ഒരു സൺസ്ക്രീനും യൂസ് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമുക്ക് അതും കൂടി അപ്ലൈ ചെയ്യാം. മോയ്സ്ചറൈസർ ഭയങ്കര സ്മൂത്താണ്. വൺസ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും യൂസ് ചെയ്യണമെന്ന് തോന്നും. അഡിക്റ്റ് ആയി പോകും അല്ലേ? അതെ. നല്ല ഫ്രാഗ്രൻസ് ആണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ ഒരു മണമെന്ന് പറയുന്നത് ഒരു രക്ഷയില്ല. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഓൾ സ്കിൻ ടൈപ്പിലുള്ള മോയ്സ്ചറൈസറാണ്. ഇത് കുറച്ച് പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള സൺസ്ക്രീനാണ്. എനിക്കൊന്ന് ടീനേജിനൊക്കെ കുറച്ചുകൂടെ, ഇവർക്ക് പല ടൈപ്പിലുള്ള സൺസ്ക്രീൻ ഉണ്ട്. അതിൽ ഇത് കുറച്ചുകൂടെ പിഗ്മെൻറ്റഡ് ആണ്. അതെ, ടീനേജിലുള്ള ആൾക്കാർക്കൊക്കെ കുറച്ചുകൂടെ ഇഷ്ടപ്പെടും. കോളേജിൽ പോവാനും. അതെ അതെ. ഇപ്പം നല്ല ചൂട് സമയം ആയതുകൊണ്ടാണ് ഇച്ചിരി കൂടുതലായിട്ട് ഇട്ടത്. ഓക്കെ, അപ്പൊ എന്റെ ഫേസ് ക്ലിയർ ആക്കി തന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര
ഭയങ്കരമായിട്ട് സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നുണ്ട്. കാരണം ഒരു കൊറിയൻ ടാൻ ഫേഷ്യലാണ് ഞാൻ ചെയ്തത്. നേരത്തെ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് റിവൈൻഡ് ചെയ്താൽ അറിയാൻ പറ്റും എങ്ങനെയാണ് എന്റെ ഫേസ് ഇരുന്നതെന്നുള്ളത്. ഞാൻ ഫസ്റ്റ് വന്നപ്പോ അല്ലേ ചേച്ചി? അതെ അതെ. അത് മാത്രമല്ല ഇപ്പൊ എന്റെ ഫേസ് എങ്ങനെയാണ് ഉള്ളതെന്നുള്ളത് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നുണ്ടാവും. അപ്പോ എല്ലാവരും ഒന്നുകിൽ ചേച്ചിയെ തന്നെ കോൺടാക്ട് ചെയ്തിട്ട് ഇവിടെ വന്ന് ചെയ്യുക. ഇവിടെ വന്ന് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ആ ഒരു ബെനിഫിറ്റ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിലും തീർച്ചയായും ചേച്ചിയെ തന്നെ കോൺടാക്ട് ചെയ്യേണ്ടി വരും, അല്ലേ ചേച്ചി? അതെ അതെ. ഇവിടെ തന്നെ വന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ സ്കിന്നിനനുസരിച്ചിട്ടുള്ള ഫേഷ്യൽസ് തന്നെ നിങ്ങൾക്ക് കിട്ടണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ശരിക്കും അറ്റ് എ ടൈം റിസൾട്ട് കിട്ടുമ്പം തന്നെ അതായത് അത് പവർഫുൾ ആണെന്നുള്ള ഇത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഏറ്റവും കൂടുതലും നിങ്ങൾക്ക് അവയർനെസ് ഇല്ലാത്ത കാര്യം ചോദിച്ച് മനസ്സിലാക്കി തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോ എന്തായാലും നിങ്ങൾക്ക് ഈ ഫേഷ്യൽ ടാൻ ഫേഷ്യൽ ആയിരുന്നു, കൊറിയൻ ടാൻ ഫേഷ്യൽ ആയിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് പേഴ്സണലി. ഇപ്പോ സങ്കടമൊക്കെ മാറിയോ? എന്റെ ഫേസ് എന്തായാലും നല്ലതായിട്ട് ഗ്ലോ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോ എന്റെ സങ്കടം മാറി. ഇനിയിപ്പോ മറ്റൊരു എപ്പിസോഡായിട്ട് വീണ്ടും എത്താം. അതുവരേക്കും ബൈ.